സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിൽ ചാപ്റ്റർ 12 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ നെയിം അയോണിക് ഇക്വിലിബ്രിയം എന്നാണ് കേട്ടോ. ആദ്യമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. Electrolytes are substances that produce ions when dissolved in water, enabling the solution to conduct electricity. These ions move freely and carry an electric charge under the influence of an electric field. Electrolytes are categorized into strong electrolytes and weak electrolytes based on the extent of their ionization. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ദാറ്റ് പ്രൊഡ്യൂസ് അയോൺസ്, അതായത് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു സബ്സ്റ്റൻസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്ന ആ ഒരു സൊല്യൂഷൻസിനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അയോൺസ് മൂവ് ഫ്രീലി ആൻഡ് ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ എന്തായിരിക്കും ഈ ഒരു അയോൺസ് ഡിസോൾവ് ചെയ്ത് വരുന്ന എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന അയോൺസ് ഇലക്ട്രിക് ചാർജിനെ ക്യാരി ചെയ്യും. അത് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അണ്ടറിൽ. So electrolytes are categorized into strong and weak electrolytes. അതിൻ്റെ അയോണൈസേഷൻ കാപ്പബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ നെക്സ്റ്റ് പറയുന്നത് ദ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫയാണ് കേട്ടോ. ആൽഫ എക്സ്പ്രസസ് ദി ഫ്രാക്ഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ദറ്റ് അയോണൈസ്. അപ്പോൾ ഡിഗ്രി ഓഫ് അയോണൈസേഷന് എന്താണ് കാണിക്കുന്നത്? ഫ്രാക്ഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് അയോണൈസേസ്. ദാറ്റ് ഈസ് അയോണൈസ് ചെയ്ത് ഇലക്ട്രോലൈറ്റിൻ്റെ പെർസെൻറ്റേജോ ഫ്രാക്ഷനോ ആയിരിക്കും ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ് ഇൻ സൊല്യൂഷൻ. അതായത് സൊല്യൂഷനിൽ അയോൺസ് എത്രമാത്രം ഉണ്ടാവുന്നുണ്ട് അത് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മെഷർമെൻറ്റിനെ ആണ് കേട്ടോ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റിനെയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അയോണൈസ് ഇൻ വാട്ടർ. അതായത് വാട്ടറുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അത് കംപ്ലീറ്റ്ലി അയോണൈസ് ആയി. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. അയോണിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള NaCl. നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ. അപ്പോൾ Na+ ആൻഡ് Cl- അയോൺസ് അതുണ്ടാക്കുന്ന കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും? NaCl എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ്. ഇനി KCl പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. KNO3 എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്നാണ് വരുന്നത്. പിന്നെ NH4Cl എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സ്. കംപ്ലീറ്റ്ലി അത് വാട്ടറിൽ അയോണൈസ് ചെയ്യുന്നത്. ആൻഡ് സം കോവാലൻ ബോണ്ട്സ് ഉണ്ട്. കോവാലൻ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് HCl. ഓക്കെ, ഇനി ദെയർ അയോണൈസേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ ആരോ. സിംഗിൾ ആരോ വെച്ചിട്ടാണ് നമ്മൾ അയോണൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അയോണൈസ് ചെയ്തു എന്ന ആ ഒരു സൊല്യൂഷനിൽ അയോണൈസ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ റിയാക്റ്റൻസ് അതിനെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ സംഭവിച്ചെന്ന് മനസ്സിലാക്കണം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്. NaCl ഗിവ്സ് ടു Na+ ആൻഡ് Cl- അയോൺസ്. Na+ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയോണിനെ കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അവിടെ ഒരു ഇലക്ട്രോൺ അവിടെ പോവുകയാണല്ലോ. സോ അത് കാറ്റയോൺ ആയിരിക്കും. ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് കൊണ്ട് ക്ലോറിന് ആനയോൺ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി പാർഷ്യലി അയോണൈസ് ഇൻ വാട്ടർ. കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് പാർഷ്യലി പകുതി മാത്രമായിരിക്കും അത് വാട്ടറിൽ അയോണൈസ് ചെയ്ത് പോകുന്നത്.
അതിൻ്റെ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. കോവാലന്റ് ബോൺസ് ആയിട്ടുള്ള CH3COH, അതായത് അസെറ്റിക് ആസിഡ് എന്നാണ് കേട്ടോ വരുന്നത്. ഇനി NH4OH, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ C6H5NH2 എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഫീനാലമൈൻ എന്നാണ് കേട്ടോ, C6H5NH2. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ മോളിക്കുലാർ ഫോം ആൻഡ് ദി അയോണൈസ്ഡ് ഫോം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും, മോളിക്കുലാർ ഫോമിലോ അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലോ ആയിരിക്കും കേട്ടോ. മോളിക്കുലാർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് അൺഅയോണൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ദിസ് ഇക്വിലിബ്രിയം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി റിവേഴ്സിബിൾ ആരോസ്. അതായത് റിവേഴ്സിബിൾ ആരോസ് വെച്ചിട്ടാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. CH3COH. ഓക്കെ, ദാറ്റ് ഗിവ്സ് റൈറ്റ് ടു പ്ലസ് H2O. വാട്ടറുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പം നമുക്ക് H3O+, അതായത് ഹൈഡ്രോണിയം അയോൺ കിട്ടുന്നുണ്ട്, പ്ലസ് CH3CO-, അതായത് അസറ്റേറ്റ് അയോൺ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അയോണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. എങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൽ അയോണൈസേഷൻ നടക്കുന്നത്? ദാറ്റ് ഈസ് ഡെഫിനിഷൻ. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് പാർഷ്യലി അയോണൈസിങ് വാട്ടർ. ദ അയോണൈസേഷൻ ഇക്വിലിബ്രിയം ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റിസ്. അപ്പോൾ ആ ഒരു അയോണൈസേഷൻ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. AB എന്ന് വെച്ചിട്ടുള്ള ഏതെങ്കിലും മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ഇത് ജനറൽ ഇക്വേഷൻ ആണല്ലോ, അത് അക്വസ് സ്റ്റേറ്റിലായിരിക്കും, പ്ലസ് HO, വാട്ടറുമായിട്ടാണല്ലോ നമ്മൾ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. സോ അത് ലിക്വിഡ് ആയിരിക്കും. റിവേഴ്സ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആയതിനെ കൊണ്ട് റിവേഴ്സിബിൾ ആ ഒരു സിമ്പിളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? AN+, അതായത് ഒരു കാറ്റയോണും ഉണ്ടാവും പ്രൊഡക്ട്സ് ആയിട്ട്, അതിൻ്റെ ഒരു ആനയോണും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത്. അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് K നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് K എന്ന് പറയുന്നത്. അതിനെ മീൻ ചെയ്യുന്ന അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ K ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആനയോൺ പ്ലസ് കാറ്റയോൺ, അത് AN+ അക്വസും BN- അക്വസ്, ആ ഒരു സ്റ്റേറ്റിലുള്ള ജനറൽ ഇക്വേഷൻ ആണ് ഇത് വരുന്നത്. നമ്മൾ ഏതൊരു എലമെൻറ്റ് ഏതൊരു മോളിക്യൂളിനാണോ പറയുന്നത് അത് വെച്ചിട്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ട് സ്ട്രക്ചറാണോ വരുന്നത് അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ആൻഡ് ഓൾ ഡിവൈഡഡ് ബൈ AB. ഓക്കെ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ്. ഇതെന്തിനാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ വിഷ്. യൂസിങ് ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതായത് ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ വെച്ചിട്ട് ഇവിടെ നമുക്ക് താഴെ തന്നിരിക്കുന്നതാണ് α = √K/C. ടെക്സ്റ്റിൽ ഇത് കുറച്ചും കൂടെ വൾഗറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൽഫ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അപ്പം ഈ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷന് α = √K/C ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. That is, calculate the degree of ionization of NH4OH in 0.001 m solution at 25 degrees Celsius. The ionization constant of ammonium hydroxide ആണ് കേട്ടോ. NH4OH എന്ന് പറയുന്നത് is 1.8 × 10⁵ mol dm⁻³ at 25 degrees Celsiusലേക്ക്. അപ്പോൾ സൊല്യൂഷൻ വരുമ്പോൾ നമുക്ക് നേരെ തന്നെ ആ ഒരു ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോ കൊടുക്കാം. ദാറ്റ് ഈസ് α = √K/C ആയിരിക്കും. K നമ്മളിവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആ വാല്യൂ വരുന്നത് നമ്മുടെ ആ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് വരുന്നത് 1.8 × 10⁻⁵ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ C. ഓക്കെ, C എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ സൊല്യൂഷൻ്റെ അത് കൊടുത്തിട്ടുണ്ട് മുകളിൽ തന്നെ. ദാറ്റ് ഈസ് 0.001 ആണ്. അത് ആ ഒരു
സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. 0.134 ആയിരിക്കും കേട്ടോ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്, ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനെക്കുറിച്ച്? ജനറൽ കോൺസെപ്റ്റ്സ് ആണ്, ആസിഡിൻ്റെയും ബേസിനെയും കുറിച്ചിട്ടുള്ള ജനറൽ കോൺസെപ്റ്റ്സ്. അത് കുറച്ച് ശാസ്ത്രജ്ഞന്മാരാണത് നമ്മൾ ആ ഒരു അസിഡിക് ബേസിക് നേച്ചർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന അറീനിയസ് കോൺസെപ്റ്റ് ആണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. അതായത് അറീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ആസിഡിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് an acid is a substance that releases hydrogen ions when dissolved in water. അതായത് ഒരു സബ്സ്റ്റൻസ് ഹൈഡ്രജൻ ഒരു സബ്സ്റ്റൻസ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അത് എന്തായിട്ട് വാട്ടറുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് H+ ആൻഡ് Cl- അയോൺസ്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് അക്വസ് സൊല്യൂഷൻ ആണ്. സോ ദാറ്റ് ഗിവ് റൈസ് ടു, അത് എന്തുമായിട്ട്? വാട്ടറുമായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് H+ ആൻഡ് Cl- അയോൺസ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് അറീനിയസ് കോൺസെപ്റ്റ് വെച്ചിട്ട്, ആസിഡിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നതാണെങ്കിൽ H+ അയോണ് അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ H+ അയോൺസ് പ്ലസ് H2O gives to H3O പ്ലസ് വരുന്നത്. H3O പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ എന്നാണ് കേട്ടോ. സോ ദ H+ അയോൺ കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോണിയം അയോൺ. ഇനിയിപ്പോൾ നേരത്തെ എന്താണ്? ഹൈഡ്രോണിയം H+ അയോണ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോണിയം അയോൺ ആയിരിക്കും. ഇതാണ് ഡെഫിനിഷൻ ഓഫ് ആസിഡ് വരുന്നത് അറീനിയസ് കോൺസെപ്റ്റ് വെച്ചിട്ട്. ഇനിയിപ്പോൾ അദ്ദേഹം ബേസിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ ബേസ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് ഹൈഡ്രോക്സൈഡ് അയോൺ ഇൻ വാട്ടർ. നേരത്തെ ഹൈഡ്രജൻ അയോൺ, നമ്മളിപ്പം പറഞ്ഞല്ലേ ഹൈഡ്രജൻ അയോൺ ആണ് ആസിഡിൽ റിലീസ് ചെയ്യുന്നതെങ്കിൽ ബേസിൽ റിലീസ് ചെയ്യുന്നത് ഹൈഡ്രോക്സൈഡ് അയോൺസ് ആയിരിക്കും. എക്സാമ്പിൾ നമുക്കിവിടെ തന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH. അത് വാട്ടറോട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താണ്? Na+ ആൻഡ് OH- അയോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് റിലീസ് H+ അയോൺസ്. ഇതാണ് നിങ്ങൾ അറീനിയസ് കോൺസെപ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ആസിഡ് റിലീസ് H+ അയോൺസ് ആൻഡ് ബേസസ് റിലീസ് OH- അയോൺസ് ഇൻ വാട്ടർ. ഓക്കെ, ദിസ് കോൺസെപ്റ്റ്സ് വർക്ക്സ് വെൽ ഫോർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് മാത്രമാണ് ഈ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള സൊല്യൂഷൻസുമായിട്ട് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. സോ അതിൻ്റെ ലിമിറ്റേഷൻ ഇത് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഓൺലി അപ്ലൈസ് ടു അക്വസ് സൊല്യൂഷൻസ്. അതായത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു വാട്ടറിനോട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് ഈ ഒരു കാര്യങ്ങൾ അറീനിയസ് കോൺസെപ്റ്റ് നല്ല രീതിയിൽ പ്രാവർത്തികമാവുന്നുള്ളൂ. ഇറ്റ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക്. അതായത് ചില സബ്സ്റ്റൻസ് ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്ന അലൂമിനിയം ക്ലോറൈഡ്, പിന്നെ അതുകൂടാതെ അമോണിയ, സോഡിയം കാർബോണേറ്റ് ഒക്കെ. അപ്പം ഇതൊന്നും തന്നെ ഇത്തരം സബ്സ്റ്റൻസസിൻ്റെ ബിഹേവിയറിനെ അറീനിയസ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് അറീനിയസിൻ്റെ കോൺസെപ്റ്റ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ, അതായത് ബേസിനും ആസിഡിക് നേച്ചറിനും വേണ്ടിയിട്ട്. സോ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആസിഡ് ആണെങ്കിൽ എ സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ്സ് എ പ്രോട്ടോൺ. ഇവിടെ ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കോൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസ് H+ പ്രോട്ടോണിനെ അത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബേസ് ആണെങ്കിൽ അതേസമയം ആ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം പ്രോട്ടോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ആണ്. അപ്പം ആസിഡ് ബേസ് റിയാക്ഷൻ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പ്രോട്ടോൺ ട്രാൻസ്ഫർ പ്രോസസ്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്?
അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാണ് അമോണിയ ആൻഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇവിടെ നിങ്ങൾക്കുണ്ടല്ലോ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ആസിഡാണ്. ഇവിടെയുള്ള ആ ഒരു ആസിഡ് ബേസിലേക്ക് അയോണിനെ H പ്ലസ് പ്രോട്ടോണിനെ എന്തൊക്കെ ഡൊണേറ്റ് ചെയ്തു. സോ ഹെൻസ് വി ക്യാൻ ഗെറ്റ് ഇൻ ദിസ് പ്രൊഡക്റ്റ് സൈഡ് NH4+. അവിടെ ഒരു പ്രോട്ടോണിനെ കിട്ടിയിരിക്കുകയാണ്. സോ പ്രോട്ടോണിനെ നഷ്ടപ്പെട്ടതിനെ കൊണ്ട് F- ആയി ഫ്ലൂറോൺ. സോ നമുക്കിവിടെ പറയാം ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്രോട്ടോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് ആണ്. ആൻ ആസിഡ് ആൻഡ് ബേസ് ദാറ്റ് ഡിഫർ ബൈ 1 പ്രോട്ടോൺ ഫോം എ കോൺജുഗേറ്റ് പെയർ. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടെ ഞാൻ നല്ല രീതിയിലൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദാറ്റ് ഈസ് ഇവിടെ എഴുതാം കേട്ടോ. അത് നമ്മളിപ്പം പറയുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. NH3 plus H2O gives to NH4 plus OH മൈനസ് ഉണ്ട് കേട്ടോ. ഇവിടെ OH മൈനസ് ആണ്. ഇവിടെ ഇതെന്താണെന്ന് പറയുന്നത്, കോൺജുഗേറ്റ് ആസിഡ് ആയതാണെങ്കിൽ ബ്രോൺസ്റ്റൺ കോൺസെപ്റ്റ് പ്രകാരം കോൺജുഗേറ്റ് ആസിഡ് ആവണമെങ്കിൽ ഫോംഡ് വേറെ പ്രോട്ടോൺ ഇസ് ആഡഡ് ടു ബേസിൽ ഒരു പ്രോട്ടോൺ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബ്രോൺസ്റ്റൺ ഫ്ലോറി ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു NH3 ഉണ്ടാവുമല്ലോ, ഈ ഒരു NH3ക്കാണ് മാറ്റം വന്ന് NH4+ ആയിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു പ്രോട്ടോണിനെ ഇത് അക്സെപ്റ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഒരു അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് എന്തായിരിക്കും, ബ്രോൺസ്റ്റൺ ഫ്ലോറി ബേസ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ H2O ആണ്. H2O ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതെന്തായിരിക്കും, ബ്രോൺസ്റ്റൺ ഫ്ലോറി ആസിഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു H2O എന്ത് കൊടുക്കുന്നു, ഡൊണേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. H2 ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ബാക്കി അത് എത്ര ഉണ്ടാവും, OH- അയോൺ ആയിട്ടുണ്ടാവും. അപ്പം ഇതൊരു ചെറിയൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുന്നു വിചാരിക്കുന്നു. So the acid in the pairs is called the acid in the pair is called the conjugate acid of the base, and the base is the conjugate base of the acid. അപ്പോൾ ഇതിൻ്റെ ഒരു കീ റോള് വെച്ച് പറയുന്നതാണെങ്കിൽ a strong acid has a weak conjugate base, a weak acid has a strong conjugate base. അതായത് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും, വീക്ക് ആയിരിക്കുന്നു. വീക്ക് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കുന്നു. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പറയുന്ന ആംഫിപ്രോട്ടിക് സ്പീഷീസ് ആണ്. അതായത് ചില സബ്സ്റ്റൻസ് ആസിഡായിട്ടും ബേസായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് H2O വരുന്നത്. ഓക്കെ, പിന്നെ ആണെങ്കിൽ നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ആണ്, HCO3-. അപ്പോൾ ഇതൊക്കെ ആംഫിപ്രോട്ടിക് സ്പീഷീസ് ആണ്. അതായത് ആസിഡും ബേസിക് നാച്ചുറും അത് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ HCO3- ആക്ട് ആസ് എ ബേസ്. ബൈകാർബണേറ്റ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് വിത്ത് HF എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് വരുന്നത്. അപ്പോൾ അത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡുമായിട്ട് ബൈകാർബണേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ബേസ് ആയിട്ടാണ് കേട്ടോ. ആൻഡ് ആസ് എൻ ആസിഡ് വിത്തിന് CN- എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനൈഡായിട്ട്, ബൈകാർബണേറ്റ് സയനൈഡായിട്ട് ബൈകാർബണേറ്റ് CN-ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡായിട്ടാണ് കേട്ടോ വരുന്നത്. ഓക്കെ, CN എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനൈഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ കാർബൺ ആറ്റവുമായിട്ട് നൈട്രജന് ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. സയനൈഡ് എല്ലാവർക്കും അറിയാം, പോയ്സണസ് ഫോർ ഹ്യൂമൻ ഹെൽത്ത്. ഇനി ഫിഫ്ത്ത് ഇതിൽ പറയാനുള്ളത് റിയാക്ഷൻ എക്സാമ്പിൾ വിത്ത് കോൺജുഗേറ്റ്സ് ആണ്. അതായത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് പ്ലസ് നമ്മുടെ ഈ ഒരു കോൺജുഗേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് പ്ലസ് നമ്മുടെ കാർബണേറ്റ് വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, സോ അവിടെ അയോൺസിനെ വിട്ടുകൊടുക്കുന്നു, ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ F-
പ്ലസ് H2CO3 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി HF ഇസ് ദ ആസിഡ്. ഈ ഒരു ഇക്വേഷനിൽ HF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആസിഡിന് എക്സാമ്പിളാണ്. ആൻഡ് ഫ്ലൂറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺജുഗേറ്റ് ബേസ് ആണ്. ഇനി HCO3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബൈകാർബണേറ്റ് ആണ്. സോ ഇറ്റ്സ് എ ബേസ് ആൻഡ് H2CO3 ഇറ്റ്സ് എ കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. നെക്സ്റ്റ് ആ ഒരു ബ്രോൺസ്ലോറി കോൺസെപ്റ്റിൽ തന്നെ വരുന്നത് അറീനിയസ് കോൺസെപ്റ്റുമായിട്ട് ഇതൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ബ്രോഡർ. പിന്നെ അക്വ സൊല്യൂഷനിൽ മാത്രമല്ല ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. Bronsted-Lowry concept is broader as it is not limited to aqueous solutions. It also accounts for reactions involving acids and bases without requiring H plus or OH minus ion solutions. അതെന്താണ്, അത് ആസിഡ് ആൻഡ് ബേസിസിനെ എച്ച് പ്ലസ് അല്ലെങ്കിൽ OH മൈനസ് അയോൺസ് വേണം എന്ന് വാശി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന് ഈ ഒരു Bronsted-Lowry കോൺസെപ്റ്റ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു Bronsted-Lowry കോൺസെപ്റ്റിനും അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ ലൂയിസ് കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ ഓഫ് Bronsted-Lowry കോൺസെപ്റ്റ് നമുക്ക് പറയാം. ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ അസിഡിറ്റി ഓഫ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ ഇല്ലാത്ത സബ്സ്റ്റൻസിൻ്റെ അസിഡിറ്റീനെ കുറിച്ചിട്ട് ഈ ഒരു Bronsted-Lowry കോൺസെപ്റ്റ് ഒരു മെൻഷൻ ഒന്നും നടത്തുന്നില്ല. എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ്. ഇനിയിപ്പോൾ അതിൻ്റെ ബേസിസിറ്റി ആണെങ്കിലും സബ്സ്റ്റൻസിൻ്റെ ബേസിസിറ്റി ആണെങ്കിലും വിത്തൗട്ട് OH ഗ്രൂപ്പ്. അസിഡിക് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ഇല്ലാത്ത സബ്സ്റ്റൻസിനെയാണ് കേട്ടോ. ഇനിയിപ്പം ബേസ് ആണെങ്കിൽ OH ഗ്രൂപ്പ്സ് ഇല്ലാത്ത സബ്സ്റ്റൻസിൻ്റെ ബേസിസിറ്റി ഇവിടെ Bronsted-Lowry കോൺസെപ്റ്റ് പറയുന്നില്ല. എക്സാമ്പിളായിട്ട് വരുന്നത് സോഡിയം. ഓക്കെ, സോഡിയം കാർബണേറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ, Na2CO3. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു മെയിനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ Bronsted-Lowry കോൺസെപ്റ്റ് കൊടുക്കുന്നില്ല. ഇനി ഈ ഒരു ലൂയിസ് കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് GN ലൂയിസ് ആണ്. ദാറ്റ് ഈസ് 1923 കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത്. എക്സ്റ്റെൻഡ് ദി ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസസ് ടു ഇൻക്ലൂഡ് സച്ച് സബ്സ്റ്റൻസസ്. അതായത് Bronsted-Lowry കൊടുത്തിരിക്കുന്ന കോൺസെപ്റ്റിനെല്ലാം കുറച്ചും കൂടെ അധികമായിട്ട് കുറച്ച് സബ്സ്റ്റൻസിനും കൂടിയിട്ട് അതിൻ്റെ ആസിഡിക് ആൻഡ് ബേസിക് നേച്ചർ ഒന്നും കൂടെ അതിന് വേണ്ടിയിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ. ഇനി ലൂയിസ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ പെയർ. അതായത് ആറ്റം ആയിക്കോട്ടെ, മോളിക്യൂൾ ആയിക്കോട്ടെ, അയോൺ ആയിക്കോട്ടെ, അപ്പോൾ അതിനെന്താണ്, ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ അലൂമിനിയം ക്ലോറൈഡ് തന്നെ എടുക്കാം. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ് വരുന്നത്. സോ ലൂയിസ് ആസിഡ് പ്രകാരം ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ ലൂയിസ് ആസിഡ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി ലൂയിസ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ആറ്റം ഓർ മോളിക്യൂൾ ഓർ അയോൺ ദാറ്റ് ക്യാൻ ഡൊണേറ്റ് എൻ ഇലക്ട്രോൺ പെയർ. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആറ്റത്തിനോ അയോണിനെയോ ആണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ അമോണിയ ആണ് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്. ആസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ. നൈട്രജൻ്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് അത് എന്താണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒന്ന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു റിയാക്ഷൻ അലൂമിനിയം ക്ലോറൈഡ് പ്ലസ് NH3. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് അലൂമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അലൂമിനിയം ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡെഫിഷ്യൻ്റ് ആണല്ലേ, ഇത് അയോൺ ഡെഫിഷ്യൻ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അലൂമിനിയം ക്ലോറൈഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ് വരുന്നത്. സോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡിക് നേച്ചറാണ് കൊടുക്കുന്നത്. ആൻഡ് NH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ Nന് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജന്. സോ അത് ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ പെയറിനെ. അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് കോൺസെപ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ജനറൽ ആസിഡിക് ആൻഡ് ബേസിക് നേച്ചറുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോലുബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം ആണ്. സോലുബിലിറ്റി ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ പോസിബിലിറ്റീസ് ഫോർ സോളിഡ്സ് ഇൻ വാട്ടർ. എന്താണ് ഡീസൊല്യൂഷൻ പോസിബിലിറ്റി ഉണ്ടാവുന്നത് ഈ ഒരു വാട്ടറിൽ സോളിഡ്സിന്.
ഫസ്റ്റ് വരുന്നത് നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഡിസോൾവ്സ് ആസ് എ ന്യൂട്രൽ മോളിക്യൂൾസ്. എങ്ങനെയാണ് വാട്ടറിൽ സോളിഡ്സ് ഡിസോൾവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഒരു ന്യൂട്രൽ മോളിക്യൂൾസ് ആയിട്ടായിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഹൈലി സോലുബിൾ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് സ്പാരിംഗ്ലി സോലുബിൾ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും അത് ഡിസോൾവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് AgCl ഡീസൊല്യൂഷൻ, അതിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡീസൊല്യൂഷൻ എസ്റ്റാബ്ലിഷ് എ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, സൊല്യൂഷൻ എങ്ങനെയാണ്? വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ when a silver chloride is added to water, the following equilibrium ആണ് നമുക്ക് സ്റ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് AgCl. അതായത് ഒരു സോളിഡ് ആണ്, അത് റിവേഴ്സ് പ്രോസസ് ആണ്. അപ്പോൾ Ag+ ആൻഡ് Cl- അയോൺസ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് പറയണ്ട, ഈ ഒരു എക്സാമ്പിൾ ദിസ് ഈസ് എൻ എ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് എ സോളിഡ് ആൻഡ് എ സൊല്യൂഷന്. സോളിഡും പ്ലസ് ഒരു സൊല്യൂഷനും ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. AgCl എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡാണ്. സോ ദിസ് ഇക്വിലിബ്രിയം ഈസ് നോൺ ആസ് ദി സോലുബിലിറ്റി ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സോലുബിലിറ്റി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഈ ഒരു റിയാക്ഷനെ നമ്മൾ പറയുന്നതാണെങ്കിൽ K = Ag + Cl- all divided by AgCl ആയിരിക്കും കേട്ടോ. ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സോളിഡ് AgCl is conventionally taken as 1. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു AgCl, നമ്മളിപ്പം K = Ag + Cl- all divided by AgCl എന്ന് പറഞ്ഞല്ലോ, അത് കൺവെൻഷനലി നമ്മൾ 1 ആയിട്ടാണ് കേട്ടോ ആ ഒരു AgCl നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നൗ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺ. അപ്പോൾ എന്താണ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ, അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഓർ സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ആണ്. നമ്മൾ ആ ഒരു സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ KSP എന്ന് പറയുന്നത്. ഹാസ് ബീൻ അസൈൻഡ് ടു ദിസ് കോൺസ്റ്റൻറ്റ്. സോ KSP is equal to Ag + Cl-. എന്താണ് ഈ ഒരു അയോൺസിൻ്റെ ബൊത്ത അയോൺസിൻ്റെ ആ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് KSP. ഇനി നമ്മൾ നോക്കുന്ന അയോൺ പ്രൊഡക്റ്റ് ആണ്. ദ എക്സ്പ്രഷൻ ഓൺ ദ റൈറ്റ് Ag+ ആൻഡ് Cl- ഈസ് കോൾഡ് ദി അയോണിക് പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം Ag+ ആൻഡ് Cl- എന്ന് വെച്ചാൽ അയോൺസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിന് അയോണിക് പ്രൊഡക്റ്റ് എന്നായിരിക്കും കേട്ടോ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന pH സ്കെയിൽ വെച്ചിട്ടാണ്. pH സ്കെയിൽ എന്താണെന്നാണ്. അപ്പോൾ pH സ്കെയിൽ ഇൻട്രൊഡക്ഷനിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന SPL സൊറൻസൺ ആണ് ഇൻ 1909 ടു സിംപ്ലിഫൈ എക്സ്പ്രസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ സൊല്യൂഷൻസ്. അതായത് സൊല്യൂഷനിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷന് നോക്കാൻ വേണ്ടിയിട്ടാണ് pH സ്കെയിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം pHൻ്റെ ആ ഒരു നൊട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് pH = log സബ്സ്ക്രിപ്റ്റിലാണ് 10 വരുന്നത്. ഹൈഡ്രോണിയം അയോൺസ് അല്ലേ, H3O+. ഓക്കെ, ഇതാണ് കേട്ടോ pHൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. സോ pH ഓഫ് ന്യൂട്രൽ, ആസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ്റെ ആ ഒരു pH എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ആണെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ആണ് H3O+ വരുന്നത്. അത് OH- = 1 × 10⁻⁻⁷ ആയിരിക്കും. അപ്പം ന്യൂട്രൽ സൊല്യൂഷൻ്റെത് എങ്ങനെയായിരിക്കും pHൽ വരുന്നത്? pH = 7 ആയിരിക്കും കേട്ടോ. ഇനി ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഒരു ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവുമല്ലോ, അത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും 1 × 10⁻⁷. അപ്പം pH < 7. ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ
7നേക്കാളും കുറവായിരിക്കും. അസിഡിക് നേച്ചർ കൊടുക്കുന്നത് 7നേക്കാളും കുറവുള്ള ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിന് അസിഡിക് നേച്ചർ ആയിരിക്കും. ഇനിയിപ്പോൾ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ 7നേക്കാളും കൂടുതലുള്ളത് എന്തായിരിക്കും? ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പം ബ്ലഡിൻ്റെ എല്ലാം കേസിൽ പറയുന്നതാണെങ്കിൽ പറയാറില്ലേ 7നേക്കാളും മുകളിൽ താഴെ ബേസിക് ആൻഡ് അസിഡിക് നേച്ചർ കാണിക്കുന്നത്. സോ ഇവിടെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബഫർ സൊല്യൂഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ബഫർ സൊല്യൂഷൻ എന്നാണ്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ബഫർ സൊല്യൂഷൻ റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ pH when small amount of acid or base are added. അതായത് ബഫർ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? pHൽ ഉണ്ടാകുന്ന ചേഞ്ചസ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ആസിഡോ ബേസോ ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ pHൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഹോൾ സൊല്യൂഷൻ്റെ ആ ഒരു നേച്ചർ മാറിപ്പോകും. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫർ സൊല്യൂഷൻസ് ഉള്ളത്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക് ബഫേഴ്സ് ആണെങ്കിൽ വീക്ക് ആസിഡ് പ്ലസ് സാൾട്ട് ഓഫ് ദ ആസിഡ്. ആസിഡിക് ബഫേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ വീക്ക് ആസിഡും ഉണ്ടാവും, ആ ഒരു ആസിഡിൻ്റെ സോൾട്ടും ഉണ്ടാവും. എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനും ലബോറട്ടറി റിയാക്ഷനിലൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡിൻ്റെ pH 7.4 ആണ്. അപ്പോൾ ബേസിക് ഇൻ നേച്ചർ pH ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ എന്താണ്? അത് ബ്ലഡ് എന്താണ്? ബേസ് സൊല്യൂഷൻസ് ആണല്ലേ. ആൻഡ് സലൈവ pH ആണ് 6.8 ആണ്. അപ്പോൾ സലൈവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക് നേച്ചറുള്ള ഇതാണ്. സലൈവ അറിയാലോ, ഉമിനീരാണ് വരുന്നത്. ആ റെഗുലേറ്റഡ് ബൈ ബഫേഴ്സ്. ഓക്കെ, ഇനി ബഫർ ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബഫർ ആക്ഷനിൽ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നോക്കൂ നിങ്ങൾ എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ദ ആഡഡ് H3O+ ഹൈഡ്രോണിയം ഓക്സൈഡ് ഇസ് ആഡഡ് ടു ദ ബഫർ. സോ ഈ ഒരു H3O+ അയോൺസ് ഉണ്ടാവുമല്ലോ, ഇറ്റ്സ് റിയാക്ട് വിത്ത് ദ അസറ്റേറ്റ് അയോൺ. അസറ്റേറ്റ് അയോൺ ആണ് CH3COO- എന്ന് പറയുന്നത്. ഇത് കോൺജുഗേറ്റ് ബേസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതെന്ത് മിനിമൈസ് ചെയ്യുന്നു? ദിസ് മിനിമൈസ് ദി ഇൻക്രീസ് ഇൻ H3O+ കോൺസെൻട്രേഷന്. അവിടെ എന്താണ്? H3O+ കോൺസെൻട്രേഷന് കൂട്ടുന്നുണ്ട്. പ്രസൻറ്റിങ് എ സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ഇൻ pHൻ്റെ ലെവല് അതോടുകൂടെ തന്നെ മിനിമൈസ് ചെയ്ത് അത് കുറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുന്നതാണെങ്കിൽ നമ്മൾ എന്താണ്? ബേസ് ആണ് ആഡ് ചെയ്തത്. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ OH- ആണ് കേട്ടോ ടു ദി ബഫർ. ആ ഒരു ബഫറിലേക്ക് നമ്മൾ ബേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എയ്ഡഡ് OH അയോൺസ് റിയാക്ട് വിത്ത് ദ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡുമായിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? പ്രൊഡ്യൂസിങ് അസറ്റേറ്റ് അയോൺസ്. അസറ്റേറ്റ് അയോൺസ് ആണ് കേട്ടോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് CH3COO. സോ പ്ലസ് വാട്ടറും ഉണ്ട് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട്. ഇത് മിനിമൈസ് ദി ഇൻക്രീസ് ഇൻ OH+ കോൺസെൻട്രേഷൻ. ഇവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്ന? OH അയോൺസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് pH ലെവൽ ഇൻക്രീസ് ആവാതിരിക്കുക, റൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. റൈസപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കീ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫേഴ്സ് റെസിസ്റ്റ് pH ചേഞ്ചസ്. ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ്സിനെയോ ബേസിനോ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസിൻ്റെ കേസിലാണ് കേട്ടോ. ബഫേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദി മെയിൻറ്റെയിനിങ് സ്റ്റേബിൾ pH. ഓക്കെ, നമ്മളെപ്പോഴും ബഫേഴ്സിനെ യൂസ് ചെയ്യുന്നത് സ്റ്റേബിൾ pH ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹണ്ടേഴ്സ്-ഹൈസ്ലറ്റ് ഇക്വേഷൻസ് ആണ്. സോ ഇത് അസിഡിക് ബഫേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഈ ഇക്വേഷൻ വരുന്നത് pH ആണ്. pH = pKa + log സോൾട്ട് പ്ലസ് സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക് സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ് ആണ്. ആൻഡ് POH എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ആണല്ലോ. ബേസിൽ നമ്മൾ OH അയോൺസിൻ്റെ ആണ് നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ നോക്കുന്നത്. സോ POH = pKb + log സോൾട്ട് ഡിവൈഡഡ് ബൈ ബേസ് ആണ് വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് ബഫറിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് ഓർ ബേസ് ആൻഡ് ദെയർ സോൾട്ട്.
അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു എഫക്റ്റീവ് ബഫറിങ് നടക്കണമെങ്കിൽ അത് വീക്ക് ആസിഡിൻ്റെയോ ബേസിൻ്റെയോ പിന്നെ അതുകൂടാതെ അതിൻ്റെ സോൾട്ടിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ബഫേഴ്സ് മെയിൻറ്റെയിൻ pH ബൈ കൺസ്യൂമിങ് എയ്ഡഡ് ആസിഡ് ഓർ ബേസ് ത്രൂ റിസർവൽ കേട്ടോ. റിവേഴ്സ് റിയാക്ഷൻ ആണത് വരുന്നത്. റിവേഴ്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു റിയാക്റ്റൻസ് കൂടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും കൺവേർഷന് വിധേയമാണ്. അത് പ്രൊഡക്റ്റ് വീണ്ടും റിയാക്ട് ചെയ്തതിന് സൈമിൾട്ടേനിയസ്ലി തന്നെ പെർഫോം ചെയ്യുന്നതിനാണ് റിവേഴ്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബഫേഴ്സ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിവേഴ്സ് റിയാക്ഷനിലൂടെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോൾട്ട് ഹൈഡ്രോളിസിസിനെ കുറിച്ചിട്ടാണ്. സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത് റിയാക്ഷൻ ഓഫ് സാൾട്ട് വിത്ത് വാട്ടർ റിസൾട്ടിങ് ഇൻ അസിഡിക് ബേസിക് ഓർ ന്യൂട്രൽ ബിഹേവിയർ. അതായത് ഒരു സോൾട്ട് നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക് അതെന്താണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, അത് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ ബിഹേവിയർ കാണിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ടൈപ്സ് ഓഫ് സോൾട്ട് ആണ് നമ്മൾ ആസിഡ് ബേസ് സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്. അപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് ബേസിൻ്റെ സോൾട്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, നെയ്തർ കാറ്റയോൺ നോർ ആനയോൺ ഹൈഡ്രോളിസിസ്. രണ്ടും തന്നെ എന്താ ഹൈഡ്രോളിസ് ചെയ്യപ്പെടുന്നില്ല. സോ സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ. അപ്പോൾ അവിടെയുള്ള സൊല്യൂഷന് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ NaCl ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. അത് നമുക്ക് അസിഡിക് സൊല്യൂഷൻ ആണെന്നും പറയാൻ പറ്റില്ല, ബേസിക് സൊല്യൂഷൻ ആണെന്നും പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ്. ഇനിയിപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ സോൾട്ട് എടുക്കുന്നുണ്ട് നമ്മൾ, വീക്ക് ബേസും എടുത്ത് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാറ്റയോൺ ഹൈഡ്രോളൈസേസ് ചെയ്യുന്നുണ്ട്, ആനയോൺ ഡസ് നോട്ട്. അപ്പം H+ അയോൺസിനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മേക്കിംഗ് ദ സൊല്യൂഷൻ അസിഡിക്. അപ്പം H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അസിഡിക് നേച്ചർ ആണല്ലേ H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ ഒരു റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹെൻസ് we get the acidic solution. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് NH4+ എന്താണ് വാട്ടറുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നതുണ്ടല്ലോ NH4OH ആണ്. അപ്പോൾ NH4OH + H+ അയോൺസ് ആണ് കേട്ടോ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്. അത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ഒരു റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ CH3CONA ആണ്, സോഡിയം അസറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ആനയോൺ ഹൈഡ്രോളൈസേസ് ചെയ്യും, കാറ്റയോൺ ഡസ് നോട്ട്. നമ്മൾ ഈ ഒരു ബേസിക് അസിഡിക് ബേസിക് നേച്ചർ വെച്ചിട്ട് നോക്കിയാൽ മതി. ആസിഡ് ആണെങ്കിൽ H+ അയോൺസ് ആണ്, ബേസിക് ആണെങ്കിൽ OH- അയോൺസിനെയാണ് അത് റിലീസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കൊടുക്കുന്നത് CH3COA- + H2O. ഓക്കെ, അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റേറ്റ് അയോണ് വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, CH3COH + OH അയോൺ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് അസറ്റിക് ആസിഡ് പ്ലസ് OH അയോൺസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. സോൾട്ട് ഓഫ് വീക്ക് ആസിഡും വീക്ക് ബേസും രണ്ടും വീക്ക് സൈഡ്, ആസിഡും ബേസും വീക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന CH3COA NH4 ആണ്. അത് വായിക്കുന്ന അമോണിയം എത്തനോയേറ്റ് ആണ് കേട്ടോ, അമോണിയം എത്തനോയേറ്റ് ആണ് CH3CO NH4 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടും ഹൈഡ്രോളൈസ് ചെയ്യുന്നുണ്ട്, കാറ്റയോൺ ആൻഡ് ആനയോൺ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പം നേച്ചർ ഓഫ് സൊല്യൂഷൻ ആസിഡിക് ബേസിക് ഓർ ന്യൂട്രൽ ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അതായത് എന്താണ്, ഒന്നെങ്കിൽ അത് ബേസിക് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ ആസിഡിക് ആവാം. അപ്പോൾ ഈ ഒരു വീക്ക് ആസിഡും വീക്ക് ബേസും കൂടി തമ്മിൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൺലി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് അവിടെ അതിൽ തന്നെ. അപ്പം അത് വെച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു സൊല്യൂഷന്
ന്യൂട്രൽ ആണോ, ബേസിക് ആണോ, അല്ലെങ്കിൽ അസിഡിക് ആണോ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉള്ളത്. നമ്മളപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോളിബിലിറ്റി, ഇക്വിലിബ്രിയത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ജനറൽ കോൺസെപ്റ്റാണ് അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ. മെയിനായിട്ട് ബേസിക് ആൻഡ് അസിഡിക് നേച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അരീനിയസ്, ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. കുറേയൊക്കെ ടെക്സ്റ്റിലാണെങ്കിലും നമുക്ക് കൂടുതലായിട്ടും വൾഗറായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ മിനിമൈസ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ആ ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിവേ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.